അബിൻ, ഈ മുഖ്യമന്ത്രിയിൽ നിന്ന് CBI അന്വേഷണം വേണം എന്ന നടത്താം എന്നുള്ള ഒരു വാക്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല മഞ്ജുഷ, ഈ വിഷയത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു മരപ്പെട്ടിയുടെ വില പോലും ഈ മരിച്ച സിദ്ധാർത്ഥിന് മുഖ്യമന്ത്രി കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന് കാരണം എന്താണ്? ഇവിടെ മരപ്പെട്ടി മുള്ളുന്നതിനെ പറ്റി അദ്ദേഹത്തിന് ആശങ്കയുണ്ട്. പക്ഷെ കേരളത്തിലെ ഒരു വിദ്യാർത്ഥിയെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതിനെ പറ്റി അദ്ദേഹത്തിന് ആശങ്കയുമില്ല, അനുശോചനവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മുതൽക്കേ ഇവിടെ സർക്കാരിന്റെ ഒളിച്ചുകളി, SFIയുടെ ഒളിച്ചുകളി നമുക്കറിയാം. SFI ആദ്യം ഇത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞു. പക്ഷേ കുടുംബം വളരെ കൃത്യമായി ഇതിനകത്ത് ആത്മഹത്യയല്ല, കൊലപാതക സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോ അവർ വീണ്ടും പറഞ്ഞു ഇത് ആത്മഹത്യയാണെന്ന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലായി 18 ഗുരുതരമായ മുറിവുകൾ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്നും 2 ദിവസം പട്ടിണിക്ക് കിടന്നുവെന്നും മനസ്സിലായപ്പോ ആ അവസരത്തിൽ മാത്രമാണ് ഇതിനകത്തൊരു ദുരൂഹതയുണ്ട് എന്ന് അപ്പോഴും SFI പറയാൻ തയ്യാറായത്. പക്ഷേ ആ നിമിഷത്തിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്ന് VCയെയും ഡീനിനെയും തള്ളിപ്പറയാത്ത സർക്കാർ നിലപാട് നമ്മുടെ മുമ്പിലുണ്ട്. കാരണം എന്താ? മന്ത്രി ചിഞ്ചു റാണി പറഞ്ഞത് ഡീൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല കേട്ടോ എന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം 18-ാം തീയതി മരണം നടന്നതിന് ശേഷം ഒരു വ്യാജ കംപ്ലൈന്റ് ഉണ്ടാക്കി 19-ാം തീയതി ഫയലിൽ സ്വീകരിച്ച് 20-ാം തീയതി അത് അതോറിറ്റിക്ക് വിട്ട് 26-ാം തീയതി ഒപ്പിടാൻ വേണ്ടി നടപടിയെടുക്കാൻ വേണ്ടി കുറെ അധ്യാപകരും ഡീനും തയ്യാറാകുമ്പോ ഇവരുടെ മനുഷ്യത്വരാഹിത്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടേ മഞ്ജുഷേ? ഇതുപോലെ അധമമായ അധ്യാപകർ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ പഠിപ്പിക്കാൻ നിൽക്കുമ്പോ എങ്ങനെയാണ് മാതാപിതാക്കൾ ധൈര്യമായി ആ കുട്ടികളെ ആ ക്യാമ്പസിലേക്ക് പറഞ്ഞയക്കുന്നത് എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണ്ടേ? ആ ഡീൻ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളെ കണ്ടപ്പോ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കണ്ടതല്ലേ? അയാൾ ചിരിച്ചു കളിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥൻ എന്നോടൊന്നും പറഞ്ഞില്ല, സിദ്ധാർത്ഥൻ മർദ്ദനമുണ്ടെങ്കിൽ എന്നോട് പറയണ്ടേ, ഞാൻ വാർഡനല്ല, ഞാനൊരു വാച്ചറല്ല, ഞാനല്ല ഹോസ്റ്റലിലെ വാച്ചർ എന്നുള്ള രീതിയിൽ പ്രതിപട്ടികയിൽ ചേർക്കണം. ആ ആവശ്യം നിങ്ങൾ ഉച്ചത്തിൽ ഉന്നയിക്കുക അബിൻ വർക്കി. അടുത്തതായിട്ട് അതാണ് വേണ്ടത്. ആ ഡീനിനെ പ്രതിപട്ടികയിൽ ചേർത്തേ പറ്റൂ. ഈ മരണത്തിന് കൂട്ടുനിന്ന ഒന്നാമത്തെയാൾ ആ ഡീനാണ്. തീർച്ചയായിട്ടും മഞ്ജുഷ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് CBI അന്വേഷിക്കുക എന്നുള്ളതാണ്. അതിന് കാരണം ഞാൻ ആദ്യമേ വ്യക്തമാക്കി. കാരണം ഇതൊരു ദുരൂഹ സാഹചര്യത്തിൽ ഉണ്ടായ മരണമാണ്, ഇതൊരു കൊലപാതകമാണ് എന്ന് കുടുംബവും വിശ്വസിക്കുന്നു, പൊതുസമൂഹവും വിശ്വസിക്കുന്നു. ക്രൂരമായ മർദ്ദനം നടന്നുവെന്ന് നമുക്ക് സാക്ഷിമൊഴികളിൽ നിന്നും ആന്റി റാഗിംഗ് സെല്ലിന്റെ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല 12-ക്കുണ്ടായ ഒരു മരണത്തിൽ വൈകുന്നേരം 4:30 വരെ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിവരം FIR മുഖേന നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോ അതും മാത്രമല്ല, അതിനുശേഷം ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും MLAയുമായ CK ശശീന്ദ്രൻ ഇടപെട്ടതിന്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ദുരൂഹതയുണ്ട്. കേരളത്തിലെ സ്റ്റേറ്റ് ഏജൻസി അന്വേഷിച്ചാൽ പോരാ, CBI അന്വേഷിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, ഈ ഹോസ്റ്റലിന്റെ മുഖ്യ മേധാവി എന്ന് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രി പോലും പറഞ്ഞ ഈ ഡീൻ, ആ ഡീനിനെ പ്രതിപട്ടികയിൽ ചേർക്കണം. അയാൾ 2 ദിവസം ക്രൂരമായ മർദ്ദനം ആ വിദ്യാർത്ഥിക്ക് ഉണ്ടായപ്പോഴും അവിടെ തിരിഞ്ഞു നോക്കാതെ ചിയേഴ്സ് വിത്ത് SFI എന്നുള്ള പരിപാടിക്ക് പോയ ആ SFIക്കാരുടെ കൂടെ ആനന്ദിച്ചുല്ലസിക്കാൻ പോയ ആ ഡീനാണ് ഇതിലെ ഒന്നാമത്തെ കുറ്റക്കാരൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്ന് 12-ക്കുണ്ടായ ഈ മരണം 1 മണിക്ക് കാണുമ്പോ മരിച്ച ബോഡി അഴിച്ച്, പോലീസ് വരാതെ അഴിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരാണ് ഈ ഡീനിന് നിർദ്ദേശം കൊടുത്തത്? അപ്പോ തുടങ്ങുകയാണ് ഇതിലെ ഗൂഢാലോചന. ആ ഗൂഢാലോചനയിലെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഡീനാണ്. 2 ദിവസം മർദ്ദനം നടന്നിട്ട് ഹോസ്റ്റലിൽ തിരിഞ്ഞു നോക്കാത്തത് ഡീനാണ്. അതുകൊണ്ട് ഡീനിനെ പ്രതിപട്ടികയിൽ ചേർക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഞങ്ങളുടെ ആവശ്യം. മൂന്നാമത്തെ ആവശ്യം, കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്. മഹാരാജാസിന്റെ ഹോസ്റ്റലിൽ, യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഹോസ്റ്റലിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഏത് കേസിലാ പ്രതിയായ? ഇതുപോലെ തന്നെ ഒരു ഹോസ്റ്റലിൽ കെട്ടിയിട്ട് ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിലാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി 45 ദിവസം ജയിലിൽ പോയത്. അതുകൊണ്ട് ഏകശിലാ ക്യാമ്പസുകളായി SFI ഭരിക്കുന്ന ക്യാമ്പസുകളിൽ, അവരുടെ ഹോസ്റ്റലുകളിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതും മാത്രമല്ല, ലഹരി മാഫിയയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. മഞ്ജുഷ് ഒന്ന് ആലോചിക്ക്, ഏതൊരു മനസാന്നിധ്യമുള്ള ഒരു സാധാരണ മനുഷ്യന് ഒരു ബെൽറ്റ് കൊണ്ട് അടിച്ച് ആ ബെൽറ്റ് പൊട്ടിപ്പോയി, രണ്ടാമത്തെ ബെൽറ്റ് കൊണ്ടടിച്ച് ആ ബെൽറ്റും പൊട്ടിപ്പോയി, ചോര ഒലിപ്പിച്ച് ബോധം കെടുന്ന അവസ്ഥയിൽ
വീണ്ടും ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കാൻ ഏതെങ്കിലും ഒരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് സാധിക്കുമോ? അപ്പൊ ലഹരി മരുന്ന്, ലഹരി മാഫിയ ഇതിനകത്ത് പിടിമുറുക്കിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. SFIയുടെ ഏകശിലാ ക്യാമ്പസുകളിൽ നിങ്ങൾ പരിശോധന നടത്തണം. ലഹരി മാഫിയയുടെ സാന്നിധ്യം ആ ക്യാമ്പസുകളിൽ ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഉൾപ്പെടുന്ന സമഗ്രമായ ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട് ശ്രീ അബിൻ വർക്കി, ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് SFIക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമം നടക്കുന്നുണ്ട്. മറ്റൊന്നുകൂടി, പി ഗഗാറിൻ എന്ന CPMന്റെ വയനാട് ജില്ലാ സെക്രട്ടറി തുടർച്ചയായി വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒടുവിൽ പറയുന്നത് 2 MLA-മാർക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നാണ്. ആർക്കെതിരെ? സിദ്ദിഖിനും IC ബാലകൃഷ്ണനും. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 2 MLA-മാർ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ കയറിയതാണ് ഗഗാറിന് വലിയ സംഭവമായിട്ട് തോന്നുന്നത്. അതിനു മുൻപ് അവിടെ നടന്ന SFIക്കാരുടെ അഴിഞ്ഞാട്ടം, അതിനെക്കുറിച്ച് ഗഗാറിന് ഒരു വാചകം പോലും ഉരിയാടാൻ കഴിയുന്നില്ല. ഈ ഗഗാറിന്റെ മൂക്കിന് താഴെ വീടിന്റെ ഏതാനും കിലോമീറ്റർ അപ്പുറയാണ് ഈ പൂക്കോട് വെറ്റിനറി കോളേജ് ഇരിക്കുന്നത്. അയാളാണ് ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ നേരിട്ട് ഭരണം നടത്തുന്നത്. SFIക്ക് വേണ്ടി എല്ലാ ഗുണ്ടായുസത്തിനും ഓശാന പാടുന്നത് ഈ ഗഗാറിനാണ്. ഈ ഗഗാറിന് ഉൾപ്പെടെയുള്ള ആളുകൾ, നിങ്ങളൊന്ന് ആലോചിക്കുക, ഗഗാറിന്റെ വീട്ടിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അപ്പുറയുള്ള ഈ കോളേജിൽ ഇത്ര ദാരുണമായ സംഭവം നടന്നിട്ട് ഈ ഗഗാറിൻ നമ്മളെ ആരെങ്കിലും അറിയിച്ചോ? മഞ്ജുഷ ഒന്ന് ആലോചിക്കുക. ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരെ ഈ ഗഗാറിൻ വിളിച്ച് പറഞ്ഞതായി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ SFIക്കാരനാണ് എന്നാണല്ലോ ഇപ്പൊ ആർഷോ പറയുന്നത്. SFIയുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഔദ്യോഗിക പേജ് ഇപ്പോൾ മഞ്ജുഷ സെർച്ച് ചെയ്ത് നോക്കണം. അതിനകത്ത് ഈ സിദ്ധാർത്ഥിനെ പറ്റിയുള്ള ഒരു അനുശോചന കുറിപ്പുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അതായത് ഇതിനകത്ത് SFIക്ക് പങ്കുണ്ട്. ഇതിനകത്ത് ഇത് സംരക്ഷിക്കുന്നത് CPM നേതൃത്വമാണ്. പിന്നെ ഇവർ നടപടിയെടുത്തു എന്ന് പറയുന്നു. മഞ്ജുഷെ, ഇതിനു മുമ്പ് വയനാട് ജില്ലാ കമ്മിറ്റിക്കെതിരെ എപ്പോഴാണ് നടപടിയെടുത്തത്? രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലാ കമ്മിറ്റി പൂർണ്ണമായി പിരിച്ചുവിട്ടു. എന്നിട്ട് എന്ത് സംഭവിച്ചു? 10 ദിവസത്തിനുള്ളിൽ അവരെ എല്ലാവരെയും തിരിച്ചെടുത്തു. ഇങ്ങനെ ഓരോ വിഷയത്തിലും SFIയുടെ സംസ്ഥാന സെക്രട്ടറി ജയിലിൽ നിന്നാണ് സംസ്ഥാന സെക്രട്ടറി ആയത്. അതെങ്ങനെയാണ് എന്നൊക്കെ എറണാകുളത്ത് പല കഥകളും പറയുന്നുണ്ട്. അഭിമന്യുവിന്റെ വധവുമായി ബന്ധപ്പെട്ട് പല കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സഹപ്രവർത്തകർ ഈ മാന്യമായ സമരം, സഹന സമരം, ധാർമ്മിക സമരം, രാഹുൽ മാങ്കൂട്ടത്തിലും ജബീ മേത്തറും അതുപോലെ തന്നെ അലോഷ്യ സേവറും എനിക്ക് പിറകിലായുള്ള ഈ പന്തലിൽ നടത്തുന്നത്. ഈ സമരം ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ശരി, നന്ദി ശ്രീ അബിൻ വർക്കി. ഇത്രയും സമയം താങ്കൾ വളരെ തിരക്കിലാണെന്ന് എനിക്ക് അറിയാം. അവിടെ സമര രംഗത്താണ് ശ്രീ അബിൻ വർക്കി ഉള്ളത്. നന്ദി ശ്രീ അബിൻ വർക്കി. ഇപ്പോൾ മുഹമ്മദ്